ഇത്രയധികം മാധ്യമ സ്വാതന്ത്ര്യമുള്ള മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലുണ്ടാവില്ല. എന്തുകൊണ്ട്? ഗ്ലോബൽ ഫ്രീഡം ഓഫ് പ്രസ്സിൻ്റെ ഇൻഡെക്സ് വന്നപ്പോൾ ലോകത്തെ 181 രാജ്യങ്ങളിൽ 161 സ്ഥാനമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ കേരളം എടുക്കുമ്പം മാധ്യമ സ്വാതന്ത്ര്യം ഇത്രയധികമുള്ള മറ്റൊരു സംസ്ഥാനം കേരളത്തിലില്ല, ഇന്ത്യയിലില്ല. മാധ്യമപ്രവർത്തകന്മാർക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാം, അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാം, അഭിപ്രായങ്ങൾ പറയാം. ഇത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുള്ളത്? ഇന്ത്യയിൽ ഏതാണ്ട് ഡസൻ കണക്കിന് പത്രപ്രവർത്തകർ UAP എന്ന നിയമത്തിൽ ജയിലിലാണ്. ലോകത്തെമ്പാടും മാധ്യമപ്രവർത്തകർ കൊല ചെയ്യപ്പെടുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രൊഫഷൻ തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടത്താൻ സാധിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അങ്ങനെ നടത്താൻ സാധിക്കുമ്പം അവർ എൻകറേജ് ചെയ്യാൻ, അവർ എൻ്റർടൈൻ ചെയ്യാനാണ് ഇത്തരം അവാർഡുകൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ലെജിസ്ലേച്ചർ തന്നെ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ മാധ്യമപ്രവർത്തകരെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, സത്യങ്ങൾ മാത്രം പറയാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്ന ന്യൂസ്, അതുണ്ടാവുന്ന അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യമുണ്ടാവും. ഒരു ന്യൂസ് നിങ്ങൾ കിട്ടിയാൽ, ഒരു കണ്ടന്റ് നിങ്ങൾ കിട്ടിയാൽ, അത് ബ്രേക്ക് ചെയ്യാനുള്ള ഉത്സാഹത്തിൽ പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. ഞാൻ ഏതാ കേസൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് മാധ്യമം ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് ഡെമോക്രസിയാണ്, ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ്. ആ മാധ്യമത്തെ പലതരത്തിലും സമ്മർദ്ദങ്ങൾക്ക് വിധേയമാക്കി തങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കാൻ സാധിക്കത്തക്ക നിലയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി മാത്രം പറയുക, ഞങ്ങൾക്കിഷ്ടമുള്ള വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക എന്ന രീതിയിൽ കോർപ്പറേറ്റുകൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്ന കാലമാണിത്. ആ സമ്മർദ്ദങ്ങൾക്ക് വിധേയമാകാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നിങ്ങൾ ആ നിലയിലാവില്ല, പക്ഷേ നിങ്ങളുടെ പത്രത്തിന് താല്പര്യങ്ങൾ വരുമ്പോൾ, നിങ്ങളുടെ മീഡിയക്ക് താല്പര്യം വരുമ്പം ചിലപ്പോൾ നിങ്ങൾക്കതിന് വിധേയമാവേണ്ടി വരുന്നു എന്ന ദുഃഖകരമായ കാര്യം കാണാനിടയായ ഒരു ആൾ കൂടിയാണ് ഞാൻ. ഇവിടെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടാണ്. ഞാനതിൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ കാണേണ്ട കാര്യം കിഡ് പ്രോക്കോ എന്നത് ലീഗൽ ടേമാണ്. സംതിങ് ഇൻ റിട്ടേൺ. ഞാൻ നിങ്ങളെ സഹായിച്ചാൽ തിരിച്ച് നിങ്ങളെയും ഞാൻ സഹായിക്കുന്നു. അതാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ വളരെ ലളിതമായി വിശദീകരിച്ച് നമുക്ക് കാണിക്കാൻ സാധിക്കുന്ന കാര്യം. കിഡ് പ്രോക്കോവിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആ നിലയിൽ തന്നെയാണ്. അപ്പം അതുകൊണ്ട് വാർത്തകൾ സത്യസന്ധമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ഒരു തിരുത്തൽ ശക്തിയായി ശ്രമിക്കേണ്ട കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജനാധിപത്യം, നമ്മുടെ ഭരണഘടന, മതനിരപേക്ഷത, ഇതെല്ലാം എത്ര കാലം നിലനിൽക്കും എന്ന് നിങ്ങളെപ്പോലെ ആശങ്കയുള്ളൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അങ്ങനെ ആശങ്ക പ്രകടിപ്പിക്കുമ്പോഴും മുന്നോട്ടേക്ക് നയിക്കുന്ന ബോധം, എന്തെല്ലാം എബറേഷൻ എന്തെല്ലാം ദൗർബല്യങ്ങൾ നാം പ്രകടിപ്പിച്ചാലും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം തല ഉയർത്തി നിൽക്കും, മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. മതനിരപേക്ഷത ചോദ്യം ചെയ്യപ്പെടുന്നു, മതനിരപേക്ഷ മൂല്യങ്ങൾ ഇല്ലാതാകുന്നു. പരസ്യമായി നമ്മൾ കണ്ടു ഒരു കാഴ്ച ഡൽഹിയിൽ നിന്നും. ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ചെയ്യുന്ന വിശ്വാസത്തെ പരസ്യമായി ആക്രമിക്കാൻ പോലും മടിയില്ലാത്ത രീതിയിലേക്ക് ഭരണകൂടത്തിൻ്റെ ഭാഗമായ ആളുകൾ കൂടി പ്രവർത്തിക്കുന്ന വർത്തമാനകാല ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത്. മതവിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു, ജനാധിപത്യം ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നത്. അങ്ങനെ ദൗർബല്യങ്ങളെല്ലാം പ്രകടിപ്പിക്കുമ്പോഴും അതിനെല്ലാം തിരുത്തി ശരിയായ ദിശയിലേക്ക് ഈ രാജ്യം മുന്നോട്ട് പോകും. കാരണം ലോകത്തിന് മുന്നിൽ മാതൃകയായ ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യ. ഇത് ആ നിലക്ക് തന്നെ മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ആരെല്ലാം എന്തെല്ലാം ശ്രമിച്ചാലും 51 വർഷം തികയുകയാണ്. 1973
കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിധി ഉണ്ടാവുന്നത്. ആ വിധി അസന്നിഗ്ധമായി പറയുന്നത് എന്തെല്ലാം ഭൂരിപക്ഷം വെച്ച് ആളുകൾ ചെയ്താലും, മെജോറിറ്റേറിയനിസം ഭൂരിപക്ഷം വെച്ച് എന്തെല്ലാം ചെയ്താലും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാന ശിലക്ക് മാറ്റം വരുത്താൻ ഏത് ഭൂരിപക്ഷം ഉപയോഗിച്ച് അധികാരത്തിൽ വരുന്നവർക്കും സാധിക്കില്ല എന്നതാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ആ വിധി വന്ന് 51 വർഷം ആരംഭിച്ചിരിക്കുന്നു. 50 വർഷം പൂർത്തിയായി, 51 വർഷത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. അതുകൊണ്ട് ആ വിധിയാണ് നമ്മുടെ മുന്നോട്ടേക്ക് നയിക്കുന്ന വികാരം. ആർക്കൊക്കെ എങ്ങനെയൊക്കെ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ലഭിച്ചാലും ബേസിക് സ്ട്രക്ചർ, അടിസ്ഥാനശില ഭരണഘടനയുടെ മാറ്റാൻ ആർക്കും സാധിക്കില്ല എന്ന ആ വിധിയാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഈ ഭരണഘടനയും ഈ ജനാധിപത്യവും ഈ മതനിരപേക്ഷതയും എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ആ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വ്യത്യസ്ത അവാർഡുകൾ, ഒന്ന് നിയമസഭയുടെ മാധ്യമ അവാർഡാണ്, 2 KLIBF-ൻ്റെ റിപ്പോർട്ടിങ്ങുള്ള മാധ്യമ പുരസ്കാരമാണ്, അതോടൊപ്പം ഭരണഭാഷാ സേവനം നേരത്തെ പരാമർശിക്കപ്പെട്ട പുരസ്കാരങ്ങൾ ലഭിക്കുന്നത് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള കുതിപ്പിന് ഊർജ്ജം പകരാനാണ്. എല്ലാവർക്കും പുരസ്കാരം കൊടുക്കാൻ സാധിക്കില്ല. വളരെ ക്രെഡിബിളായ ഒരു പാനലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനർത്ഥം മറ്റുള്ളവർ മോശം എന്നുള്ളതല്ല. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒരു കരുത്ത് പകരുന്ന, ഒരു ഊർജ്ജമായി, ഒരു ഇന്ധനമായി അവാർഡുകൾ മാറും. അവാർഡുകൾ നേടുന്നവർ നാം മനസ്സിനകത്ത് ഉയർത്തിപ്പിടിക്കേണ്ട ബോധം, ആരുടെ പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ രാജ്യത്തെ ജനതയെയും ജനാധിപത്യവും സംരക്ഷിക്കുന്ന രീതിയിലുള്ള ശരിയായ വാർത്തകൾ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. അതായിരിക്കണം ഒരു മാധ്യമപ്രവർത്തകനെ മുന്നോട്ടേക്ക് നയിക്കേണ്ട വികാരം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെക്കുറിച്ച് നാം അഭിമാനം കൊള്ളുന്നു. എന്തുകൊണ്ട് അതിനുശേഷം നമുക്ക് അങ്ങനെ ഒരു പേര് തിരിച്ചു പറയാൻ സാധിക്കുന്നില്ല? സ്വദേശാഭിമാനിയെക്കുറിച്ച് നാം അഭിമാനത്തോടെ പറയും. അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് അത്തരം സ്വദേശാഭിമാനികൾ ഉണ്ടാവേണ്ട കാലമാണിത്. കാരണം സ്വദേശാഭിമാനിയുടെ ചരിത്രമൊന്നും ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് മാധ്യമപ്രവർത്തനം ശരിയായ രീതിയിൽ നയിക്കാൻ, ശരിയായ റിപ്പോർട്ടിങ്ങിന്, ബ്രേക്കിങ്ങിനപ്പുറത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നാം മത്സരിക്കുമ്പം ഒരിക്കലും അത് മറ്റുള്ളവരുടെ ഹൃദയത്തെ ബ്രേക്ക് ചെയ്യുന്ന വാർത്തകളായി മാറാൻ പാടില്ല എന്ന ഒരു ബോധ്യം, ഉറപ്പാണ് ഓരോ മാധ്യമപ്രവർത്തകന്മാർക്കും ഉണ്ടാവേണ്ടതെന്ന് മാത്രം പറഞ്ഞ് ഇവിടെ നിങ്ങളെല്ലാം അനുവാദത്തോടു കൂടി ഈ അവാർഡ് സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.